ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഒരു ഫോർ ബിസിനസ് ഓണറിനെ സംബന്ധിച്ച് അവൻ ഈ ഒരു ബിസിനസ്സിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. അതായത് ആദ്യമായിട്ട് ഇപ്പോൾ ഫോർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ടു ടോക്ക് ടു പീപ്പിൾ. അതായത് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രോസ്പെക്ട്സിനോട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഭയം, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു പേടി, ഇത് പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. തുടക്ക സമയങ്ങളിൽ ഞാനും നന്നായിട്ട് നേരിട്ടൊരു വ്യക്തിയാണ്. അതായത് ഞാൻ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു പേടി വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കുമോ, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഞാൻ പറയുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കുറേ തോന്നലുകൾ, അങ്ങനെയുള്ള കുറേ അനാവശ്യമായിട്ടുള്ള പേടികളാണ് നമ്മൾ ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു പേടി നമുക്ക് നൽകുന്നത്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? അതായത് ഫിയർ ഓഫ് റിജക്ഷൻ. മറ്റുള്ളവർ അത് നമ്മൾ പറയുന്നത് അവരെ അംഗീകരിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് സംസാരിക്കാനുള്ള ഒരു പേടി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പലരും നേരിടുന്ന, അല്ലെങ്കിൽ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് പല വ്യക്തികളും ഭൂരിഭാഗം ആൾക്കാരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ കലോത്സവത്തിനൊക്കെ ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു മലയാളം ടീച്ചറുണ്ട്, പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇതേപോലെ സ്റ്റേജ് ഫിയർ ആണ്, എനിക്ക് പാട്ടിനോ പ്രസംഗത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം എനിക്ക് സ്റ്റേജ് ഫിയർ, ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി അന്നൊരു കാര്യം പറഞ്ഞതാണ് ഇതേപോലെ മിറർ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം? അപ്പോൾ ഇതേപോലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഞാൻ വലിയ സീരിയസ് ആയിട്ട് കണ്ടില്ല. പക്ഷേ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ്. കാരണം ആ സമയത്ത് ഞാൻ ആവശ്യക്കാരനായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ആളുകളുമായിട്ട് സംസാരിച്ചേ പറ്റൂ. എനിക്ക് പലരോടും സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, എനിക്കൊന്നും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെയും അവരോട് സംസാരിക്കാനുള്ള ഒരു പേടി, ഇതിന് പല കാരണങ്ങൾ ഉള്ളിൽ കിടക്കുകയാണ്. ഇവർ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇവർ അംഗീകരിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കുറേ തോന്നലുകൾ, ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള തോന്നലുകൾ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഉള്ളിൽ നോളജ് ഉണ്ട്, നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബിസിനസ് പ്രോസ്പെക്ട്സിന് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സംസാരിച്ചാലേ അത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോസ്പെക്ട്സിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പുറത്തേക്ക് വരില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇതിനെ കൃത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. അതിന് ഈ പറഞ്ഞ മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നത് പല ആളുകളും ട്രൈ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ആരും കാണണ്ട, സ്വന്തം റൂമിൽ കയറിയിട്ട് കഥയൊക്കെ അടച്ചിരുന്നിട്ട് മിറർ പ്രാക്ടീസ് നടത്തിയാൽ മതി. ഇത് നടത്തുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ പുറത്തേക്ക് വരികയും ഇത് പിന്നീട് നമുക്ക് പ്രോസ്പെക്ട്സിനോട് ആ ഒരു രീതിയിൽ തന്നെ സംസാരിച്ച് മുമ്പോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ വാം മാർക്കറ്റ്, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരിലൂടെ അവരിലേക്ക് ആദ്യം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട്, ആളെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കസ്റ്റമറിനെ പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക, എന്തെങ്കിലും അതിനകത്ത് കേൾക്കുന്നതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, കാരണം എനിക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമാണ് നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് ഇതിനകത്തൊന്ന് എക്സ്പെർട്ട് ആകണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറായേ പറ്റൂ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണ്? ഇങ്ങനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തി നേരിടുന്നതിൽ രണ്ടാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡെയിലി റൂട്ടീൻ ഇല്ല എന്നുള്ളതാണ്. അതായത് പ്രോബ്ലം വരുന്നത് അവർ ഫ്രീ ആകുന്ന സമയങ്ങളിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കറക്റ്റായിട്ട് ഇതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ഷെഡ്യൂൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ടൈം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവിടെ കൺസിസ്റ്റൻസി വളരെയധികം കുറവായിരിക്കും. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല എന്നുള്ളത് 100% ഷുവറാണ്. അത് എന്ത് കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ ഫോർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് 2-3 അവേഴ്സ് നമ്മൾ ഫ്രീ ആകുന്ന സമയങ്ങളിൽ വർക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അത് മതി. എന്നാൽ തന്നെയും നമ്മൾ അതിന് കറക്റ്റ് ഒരു വർക്ക് ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ കൺസിസ്റ്റൻ്റ് ആകാൻ കഴിയില്ല. ഈ കൺസിസ്റ്റൻ്റ് ആയില്ലെങ്കിൽ നമുക്കവിടെ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനും സാധിക്കില്ല. സോ നമ്മളുടെ ഒരു കുറഞ്ഞ സമയങ്ങളാണെങ്കിൽ കൂടി, നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് കുറഞ്ഞ സമയങ്ങളാണെങ്കിൽ കൂടി ആ കുറഞ്ഞ സമയങ്ങളെ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒരു 2 മണിക്കൂറാണ് നിങ്ങൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇതിൽ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും 1.5 hours നിങ്ങൾ എന്ത് ചെയ്യുക,
ആക്ഷന് വേണ്ടിയിട്ടും മാറ്റി വെക്കുക. അത് കറക്റ്റായിട്ടൊരു ഷെഡ്യൂൾ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ശ്രമം നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ലാക്ക് ഓഫ് ലീഡ്സ്. അതായത് തുടക്കക്കാരും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ തന്നെയും പലരും നേരിടുന്ന, അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് അലട്ടുന്ന, അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനം തന്നെയാണ് ലീഡ്സ് കുറവാണെന്നുള്ളത്. അത് എല്ലാ ബിസിനസ്സിലും ഉള്ളൊരു കാര്യമാണ്. കാരണം ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാലും ലീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് അവിടെ സ്റ്റക്കായിരിക്കും. അതേസമയം ലീഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഇതിനെ മാർക്കറ്റ് ചെയ്യുക, ആളുകളിലേക്ക് ഇതിൻ്റെ അവയർനെസ് എത്തിക്കുക, നമ്മളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളൊരു ഘടകം, ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു തകർച്ച, അല്ലെങ്കിൽ ഒരു സ്റ്റക്കായി നമ്മൾ അവിടെ നിൽക്കുകയുണ്ടാവും. അല്ലാതെ നമുക്ക് അവിടെ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്നാണ് ലീഡ്സ് ഇല്ല എന്നുള്ളത്. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ലീഡ്സ് വരാതിരിക്കുന്നത്? അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ലീഡ്സിന് വേണ്ടിയിട്ട് ആകെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സർക്കിൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഒരു മാർക്കറ്റ് ഉണ്ടാകും. ഈ ഒരു മാർക്കറ്റിനകത്തേക്ക് മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിലേക്ക് മാത്രം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇതിനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ഫിക്സ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ആ സർക്കിളിന് അപ്പുറത്തേക്കുള്ള മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങാനോ നമ്മൾ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് ലീഡ്സ് ഇല്ല, എന്നെ കൊണ്ടൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നമ്മൾ മാറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇത് തന്നെയാണ്. നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പല സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയൊരു മാർക്കറ്റിലേക്ക് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി എത്തിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു വിഷയം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പലരും നേരിടുന്ന വലിയൊരു പ്രശ്നം, ലീഡ് ജനറേഷൻ കഴിഞ്ഞാൽ നേരെ വരുന്നത് ഫോളോ അപ്പ് ആണ്, അല്ലേ? പ്രോപ്പറായിട്ടുള്ള ഒരു ഫോളോ അപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അടുത്തേക്ക് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലീഡിനെ എങ്ങനെയൊക്കെയോ കുറേ ട്രെയിനിങ്സ് കൊടുക്കുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അല്ലാതെ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരെ ആ ഒരു തരത്തിൽ, അവർക്ക് വേണ്ട തരത്തിൽ അവരെ അപ്രോച്ച് ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരൊരു കാരണവശാലും കൺവേർട്ട് ആവില്ല. അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫോളോ അപ്പ് അവിടെ നടക്കത്തില്ല. അപ്പോൾ ഇവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യേണ്ട രീതികളിൽ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ്സിൽ വലിയൊരു പരാജയം ഉണ്ടാകും. അവിടെ നമ്മൾ ഇപ്പോൾ അനാവശ്യമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ഒരു ഫോറവർ ബിസിനസ്സിൽ അന്വേഷിച്ചിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും അവിടെ സൗദിയിലും ഒക്കെ നടക്കുന്ന ബിസിനസ്സിൻ്റെ ഒക്കെ കൊണ്ടുപോയിട്ട് അതിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ വീഡിയോസ്, ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ആളുകൾക്ക് തലവേദന ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനേക്കാൾ നല്ലത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കാൻ കഴിയണം. അവൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ഏത് ടേസ്റ്റ് ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ആ ടേസ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയും. അതെങ്ങനെ അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അതിനനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ NMC ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫോളോ അപ്പ് കഴിഞ്ഞു. ഈ ഫോളോ അപ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ക്ലോസിങ്. ഫിയർ ഓഫ് ക്ലോസ് ദ സെയിൽ. ക്ലോസ് ചെയ്യാൻ പേടിയാണ്. അതായത് നമ്മുടെ ട്രെയിനിങ്ങിൽ ഒരു 6-7 ദിവസം ഒരു വ്യക്തി ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കടന്നു വരികയാണ്. ഈ കടന്നു വന്ന് ഒരു 7-8 ദിവസം ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 5-6 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ്. ആ ഒരു വ്യക്തിക്ക് പ്ലാൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവനെ പർച്ചേസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു ക്ലോസിംഗ് സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു പേടി. എന്തുകൊണ്ടാണ് പേടി? ഇവിടെ പല ആളുകളെ സംബന്ധിച്ച് ഈ പേടി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇവനിത് പർച്ചേസ് ചെയ്യാൻ അവൻ അഫോർഡബിൾ ആകുമോ, അവനിത് പർച്ചേസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇനി പർച്ചേസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇവൻ റിയാക്ട് ചെയ്യുമോ, എങ്ങനെയായിരിക്കും അവൻ റിയാക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ തോന്നലുകൾ അവരുടെ മൈൻഡിൽ ഇങ്ങനെ ഇട്ടിട്ട് അവരെന്ത് ചെയ്യില്ല, ക്ലോസിംഗ് പ്രോപ്പറായിട്ട് ചെയ്യില്ല, അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ചെയ്യാൻ അവർക്കുള്ള സ്കില്ലുണ്ടാകും, പക്ഷേ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മൈൻഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്കത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാതെ പോകാറുണ്ട് പല ആളുകൾക്കും. അതായത് വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ പേടി മൈൻഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളായിരിക്കില്ല അവരോട് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല അവരോട് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ലീഡ് നമ്മളുടെ കയ്യിൽ നിന്ന് അത്രയും ദിവസം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന ലീഡ് എന്താ പറയുക, പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ കഴിയാതെ അത് നമുക്ക് മിസ്സായി പോകാനോ അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടാനോ ഒക്കെ ഒരുപാട് ചാൻസസ് ഉണ്ടാവാറുണ്ട്. പല ആളുകൾക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെന്താണ് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ?
ഈ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ലാസ്റ്റ് സ്റ്റേജിൽ നടക്കേണ്ട ഒരു കാര്യം മാത്രമല്ല. ഈ ഒരു ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരു ലീഡ് വരുമ്പോൾ ആ ഒരു സ്റ്റേജ് മുതലേ അതിനുള്ള പ്രോസസ്സിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇവനെ കൃത്യമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റണം. ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? അവന് ആ ഒരു ലീഡ് ജനറേറ്റ് ചെയ്ത് അവൻ വന്ന ആ ഒരു ഫസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ മുതൽ അവന് കൊടുക്കുന്ന ഓരോ ട്രെയിനിങ്സിലാണെങ്കിലും, അവനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും, അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും, അവനുമായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യുമ്പോഴാണെങ്കിലും, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്ത് സംസാരിച്ച് അവന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവന്റെ എല്ലാ ഡൗട്ട്സുകളും കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു സപ്പോർട്ടും കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ അവന് നമ്മൾ പ്ലാൻസ് ഒക്കെ പ്രസന്റ് ചെയ്ത് അവനെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അവനെ ഇനി എങ്ങനെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനെ ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. തുടക്കം മുതലേ ഉള്ള നമ്മളുടെ ആക്ടിവിറ്റി എങ്ങനെയാണ്, നമ്മുടെ ആക്ഷൻ എങ്ങനെയാണ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ക്ലോസിംഗ് നമുക്ക് നടത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയറിംഗ് വിത്ത് അതേഴ്സ്. അതായത് ഇന്ന് പല ആളുകളുടെയും സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ ബിസിനസ് ഓണേഴ്സും സോഷ്യൽ മീഡിയ ത്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്, ക്രോസ് വിങ് കണക്ഷനും ഒക്കെ ഉള്ളതാണ്. അതായത് പല ആളുകളുടെ ഇപ്പോൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്റ്റോറി നോക്കുന്നു, റീൽസ് നോക്കുന്നു, അവരുടെ അച്ചീവ്മെന്റ് കാണുന്നു. ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും അവിടെ പ്രധാനമായിട്ടും ഭൂരിഭാഗം ആൾക്കാരും തളരാറുണ്ട്. മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോൾ പലരും തളരാറുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും വിഷമം ഫീൽ ചെയ്യാറുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോൾ ഇവർ എന്തൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് വലിയൊരു റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല, പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ കയറി പോകുന്നു, അല്ലെങ്കിൽ എന്നേക്കാൾ എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ എന്നേക്കാൾ എത്രയോ ലേറ്റ് ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നവർ, അവരൊക്കെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു, നല്ല CC അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ റാങ്ക് ലെവൽസ് അച്ചീവ് ചെയ്യുന്നു, അവരുടെ ഇവിടുത്തെ ഇൻസെന്റീവ്സ് അച്ചീവ് ചെയ്യുന്നു. പക്ഷെ എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല, എനിക്ക് ഒന്നിനും കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എല്ലാത്തിനും എന്താ പറയുക മുടക്കം മാത്രമാണ്. ഇങ്ങനെയുള്ള കുറേ ചിന്താഗതികൾ ഉള്ളിലേക്ക് കൊണ്ടുവരും. അതായത് ഒരു വ്യക്തിയുടെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി കണ്ട് അവരുടെ ഒരു അച്ചീവ്മെന്റ് കണ്ടപ്പോഴത്തേക്ക് ഇത്രയധികം ചിന്തിച്ച് മൈൻഡ് ഡൗൺ ആക്കുന്ന ഒരവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഒരു കാരണവശാലും നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മൾ സ്വയം തീരുമാനിക്കുക. ഒരാളുടെ അച്ചീവ്മെന്റ് നമ്മൾ കാണുമ്പോഴത്തേക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് സെയിം ഓപ്പർച്യൂണിറ്റി, എൻ്റെ കയ്യിലുള്ളതും സെയിം ഓപ്പർച്യൂണിറ്റി. അവൻ ചെയ്യുന്നതും സെയിം സോഷ്യൽ മീഡിയ ത്രൂ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. ഞാനും എൻ്റെ കയ്യിലും അതിനുള്ള സെയിം ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, എനിക്കും അതേപോലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അവനും യൂസ് ചെയ്യുന്ന സെയിം ട്രെയിനിങ് സിസ്റ്റം, ഞാനും യൂസ് ചെയ്യുന്നതും സെയിം ട്രെയിനിങ് സിസ്റ്റം. അപ്പോൾ ഇതിൽ അവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. ഞാൻ അതിനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് നടക്കും, ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. രണ്ടാമതൊന്ന് ചിന്തിക്കാം, ഞാൻ എത്രയൊക്കെ പണിയെടുത്തിട്ട് എനിക്ക് ഒന്നും ആവുന്നില്ല, പക്ഷേ എന്നെക്കാൾ പിന്നീട് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന ആൾക്കാർ പോലും എന്നെക്കാൾ ഗ്രോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഏതൊരു വിഷയത്തിനും നമുക്ക് പോസിറ്റീവായിട്ടും ചിന്തിക്കാം, നെഗറ്റീവായിട്ടും ചിന്തിക്കാം. അത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, എല്ലാത്തിനും രണ്ട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഏതും നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങളിപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റിനെയാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വഴിക്ക് അങ്ങോട്ട് പോകാം. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. അതേസമയം ഏതൊരു വിഷയത്തിനെയും പോസിറ്റീവ് ഭാഗമായിട്ട് നിങ്ങൾ കണ്ട് അതിനെ അംഗീകരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറെ കൂടി പതുക്കെ ഉള്ള ഒരു ഗ്രോത്ത് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കാം. ഒരു കാരണവശാലും മറ്റൊരാളുടെ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ സക്സസ് നമ്മളെ തളർത്തുന്നതാകരുത്. നമുക്കൊരു മോട്ടിവേഷൻ ആകണം, അല്ലെങ്കിൽ നമുക്കത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവണം. പിന്നെ പ്രധാനമായിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു കോച്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പലർക്കും പ്രോപ്പറായിട്ടുള്ളൊരു മെൻറ്ററിങ് പലയിടത്തും കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും പലരും നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു മെൻറ്ററിങ്ങും കൂടി ചിലർക്ക് കിട്ടാതെ പോകുന്നുണ്ട്. നല്ല ആക്റ്റീവായിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ കീഴിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെയല്ല നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ ഭാഗത്താൽ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻസ് ഒക്കെ ഓഫായി പോകുന്നു, നിങ്ങൾക്ക് മുകളിലുള്ള ആരെയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല ആളുകളും ഇവിടെ പ്രശ്നം നേരിടുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാതെ പോകുന്നു. നല്ലൊരു സിസ്റ്റം ഉണ്ട്, പക്ഷേ നല്ലൊരു മെൻറ്ററിനെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്രശ്നം നേരിടുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് എത്രത്തോളം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇവിടെ സക്സസ് ആകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സക്സസ് ആകാൻ പലർക്കും കഴിയാതെ പോകാറുണ്ട്. അപ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഇതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരുന്നത്. അതായത് 6 ദിവസ ട്രെയിനിങ് പ്രോഗ്രാം, NMC, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കോച്ചിങ്. അതായത്
ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്താണ് ഈ ഒരു ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ തരമുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് MLM, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി MLM ആണോ, അല്ലെങ്കിൽ ഇത് മണി ചെയിൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പലർക്കും പറയാൻ കഴിയാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ മേഖല എന്നുള്ളതും ഇതിൽ ഏതൊക്കെ തരം മേഖലകൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ഫോറവർ ബിസിനസ് എന്ന് പറയുന്നത് ഏത് തരത്തിൽപ്പെട്ടതാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ളൊരു ധാരണ പലർക്കും ഇല്ലാതെ പോകുമ്പോഴാണ് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ എങ്ങനെയൊക്കെ ലീഡ്സ് ജനറേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ചുമ്മാ പോയിട്ടൊരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു വ്യക്തി ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് പോലെ അത് സെയിം കണ്ടന്റ് നമ്മളിവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ റിസൾട്ട് കിട്ടില്ല, ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മളിവിടെ പ്രൊഡക്ട്സ് പ്ലസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെതായ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെതായ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഫോളോ അപ്പ്. ഈ പറഞ്ഞ ഫോളോ അപ്പിന്റെ കേസിലാണെങ്കിലും എങ്ങനെ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് അവൻ ആവശ്യമായത് മാത്രം എങ്ങനെ കൊടുക്കാം, അവനുമായിട്ട് എങ്ങനെ നല്ലൊരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യാം, അവനുമായിട്ട് എങ്ങനെ നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യാം, അവനുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ക്ലോസിംഗ് സ്റ്റേജ് എങ്ങനെ പെർഫെക്റ്റ് ആക്കാം, എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് കൊണ്ടുവരാം, നല്ല രീതിയിൽ അവന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി അല്ലെങ്കിൽ അവന്റെ ഫിനാൻഷ്യൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും മനസ്സിലാക്കി അവന് ഉതകുന്ന ഓപ്പർച്യൂണിറ്റി ഏതാണോ അത് എങ്ങനെ നോക്കി കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവനെ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്തെടുക്കാനും അവന് നല്ലൊരു ടീം മെമ്പറായിട്ട് ബിൽഡ് ചെയ്ത് നല്ലൊരു മെൻറ്ററായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകണം, ഇങ്ങനെയുള്ള A to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു 6 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തരാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണിത്. ഇതിന് ചെറിയൊരു ഫീ മാത്രമാണ് വരുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എന്തായാലും വാട്സപ്പിൽ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. ഇപ്പോൾ നമുക്കൊരു 16ഓളം ബാച്ചസ് കംപ്ലീറ്റ് ആയി. അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും. സോ നിങ്ങൾക്കും യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും താല്പര്യമുള്ളവർ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.